എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നല്ല, ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ആയിരുന്നു ജൂൺ 23-ന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ കൊറോണയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കൊറോണ വന്നിട്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ചെറിയൊരു ആനിവേഴ്സറിയുടെ ഒരു ആഘോഷമാണിത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഓൾറെഡി ആദ്യമേ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഒത്തിരി പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് പോയി ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കണം, അതൊക്കെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അസുഖമൊക്കെ ഭേദമായിരുന്നു എങ്കിലും നമ്മൾ കുറച്ച് ദിവസം അവിടെ തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇപ്പോൾ മാക്സിമം നമ്മൾ വീടിനുള്ളിൽ ഇരുന്ന് തന്നെ റെസ്റ്റൊക്കെ ചെയ്തു. കാരണം നമുക്ക് നാട്ടിലേക്ക് പോകാറായി. അപ്പോൾ നമുക്ക് ആരോഗ്യം എന്തായാലും നല്ല രീതിയിൽ തന്നെ വേണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്നും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് കിട്ടിയായിരുന്നു. അവരുടെ സ്റ്റാഫിനെല്ലാം അവരങ്ങനെ കൊടുക്കും. അപ്പോൾ നമുക്കത് മെല്ലെ തുറന്ന് നോക്കാം അതിലെന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ പനിയും കോൾഡും അതുപോലെ കഫിൻ്റെയും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. അപ്പോൾ അന്നേരം ഇതെല്ലാം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 തരത്തിലുള്ള ബെറി, അതേപോലെ ബനാന, 2 തരത്തിലുള്ള ഗ്രേപ്സ്, ഇതേപോലെ പാക്കറ്റിലാക്കിയിട്ട് മുസംബി, പിന്നെ കുറച്ച് കിവി, ആപ്പിൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് ഈ ബാസ്ക്കറ്റിൽ അവർ കൊടുത്തയച്ചത്. അപ്പോൾ നമ്മളുടെ പൂച്ചക്കുട്ടീനെ നമ്മൾ വീട്ടിൽ ഫ്ലാറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവന് 1-2 ഫ്രണ്ട്സ് വന്നിട്ട് അവനെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ നമ്മൾ കൊറോണയായിട്ട് ക്വാറൻറ്റൈൻ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ബെല്ലയ്ക്ക് കൊടുക്കുന്ന പെറ്റ് ഫുഡാണ്. അപ്പോൾ കുറച്ച് അധികം ബൾക്കായിട്ട് തന്നെ വാങ്ങി. കാരണം ഒരു 40 ഡേയ്സിനാണ് നമ്മളിപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നോക്കുമ്പോൾ സെയിം ബ്രാൻഡ് പെറ്റ് ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ഫുഡ്. ഇനി ഇത് അവന് കളിക്കാനുള്ളൊരു ടോയ്സാണ്. എന്തായാലും എല്ലാവരും പോവാണ്, അപ്പോൾ അവർ ബോറടിക്കണ്ട പറഞ്ഞിട്ട് ചെറിയ 1-2 ടോയ്സൊക്കെ വാങ്ങിയതിൽ ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബോളുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് പുള്ളിക്കാരന് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി കളിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി 9:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ വേഗം വേഗം പണികളൊക്കെ കാലത്ത് തീർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ വേഗം കുറച്ച് ചോറും അതേപോലെ തന്നെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു ചിക്കൻ റോസ്റ്റ് ഇതേപോലെ റെഡിയാക്കി എടുത്തത്. പെട്ടെന്ന് ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഫുഡിന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അത്യാവശ്യത്തിന് നല്ല എരിവോട് കൂടിയിട്ട്. അപ്പോൾ വേഗം അടുക്കളയിലെ പണികളൊക്കെ തീർക്കുന്ന സമയത്ത് ഇവിടെ ചേച്ചിമാർ 2 പേരും ബലേനിങ്ങനെ പുന്നാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസത്തേക്ക് വിട്ടുപിരിഞ്ഞ് പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ്. അപ്പോൾ അവനും ഇങ്ങനെ നല്ല സുഖിച്ചിങ്ങനെ കിടപ്പാണ്. അപ്പോൾ വേഗം വേഗം പണികളൊക്കെ തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് ലഗേജൊക്കെ വേഗം എയർലി ചെക്കിങ്ങൊക്കെ ചെയ്യാനായിരുന്നു. അപ്പോൾ കുറേ നേരത്തെ പുന്നാരത്തിനൊക്കെ ശേഷം പിന്നെ പുള്ളിക്കാരന് വെറ്റ് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അവൻ അവൻ്റെ പാട് നോക്കി കളിക്കാനൊക്കെ പോയി. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഫൈനലായിട്ടൊരു പെട്ടി എപ്പോഴും കെട്ടാനായിട്ട് ബാക്കിയുണ്ടാവും. അതിൽ കുറേ അൽക്കുലക്ക് സാധനങ്ങളായിരിക്കും ഇടുക. അപ്പോൾ അതൊക്കെ നോക്കി വെയിറ്റൊക്കെ ഒന്ന് നോക്കിയെങ്കിലും പിന്നെയും ഒരു 8 കിലോ കൂടുതലായിരുന്നു. എന്നാലും അത് കയറ്റി വിടാൻ പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമാണ് പോകുന്നത്, പിള്ളേരിപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ ഇതങ്ങ് വിട്ട് കഴിഞ്ഞ് പിന്നെ അഥവാ എന്തെങ്കിലും ലഗേജിൽ അവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ലഗേജിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഈ 8 കിലോ കൂടുതലെന്നുള്ളത് അവിടെ ചെന്നപ്പോൾ അത് 6 കിലോ മാത്രമേ കൂടുതൽ കാണിച്ചുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ദുബായ് ടെർമിനൽ 3 അപ്പോൾ ഞാൻ വേഗം പോയിട്ട് 2 ട്രോളി എടുത്തിട്ട് വന്നു. അപ്പോൾ ഇതിലേക്ക് പെട്ടികളൊക്കെ എടുത്ത് വെച്ച് തന്നു എനിക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് വേഗം ഉള്ളിലേക്ക് കയറാമല്ലോ. അപ്പോൾ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ വണ്ടി താഴെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടേക്ക് വരാനുണ്ടായത്.
അപ്പോൾ ഉള്ളിലൊരു ടെൻഷനുണ്ട്, 6 കിലോ കൂടുതലാണല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് തിരക്കൊന്നുമില്ല. കണ്ടില്ലേ, ഒത്തിരി തിരക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ അങ്ങ് എടുത്തു. അപ്പോൾ അവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് രജീഷേട്ടൻ അങ്ങ് എത്തി. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ലഗേജൊക്കെ ഇവിടെ നമ്മൾ കോയിൻസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തപ്പോഴാണ് 8 കിലോ എന്നുള്ളത് 6 കിലോ കൂടിയിട്ടുള്ളൂ എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ 8 കിലോ കൂടുതൽ കണ്ടുവെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ 2-3 സൂട്ട് കേസുകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ നോർമൽ കാർട്ടൂണിലാണ് സാധനങ്ങൾ വെച്ചത്. അപ്പോൾ തന്നെ കുറച്ച് ലഗേജിനൊക്കെ വെയിറ്റിനൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന സൂട്ട് കേസുകളും അതേപോലെ തന്നെ ഈ കാർട്ടൂണുകളും ഒക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്യുകയാണ്. ഒരെണ്ണം ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നതിന് 40 ദിറംസാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലഗേജൊക്കെ ഇട്ട് കൊടുത്തു. എന്തെന്നറിയില്ല, പേടിച്ച പോലെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡും എയർപോർട്ട് സ്റ്റാഫല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സലിവൊന്നും കാണിക്കാത്തതാണ് സാധാരണ. ഒരു ഇറാനിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ 6 കിലോ എക്സ്ട്രാ ഉള്ളത് അവർ 4 പേര് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല പറഞ്ഞ് അവരത് എന്തോ കയറ്റി വിട്ടു. ദൈവാനുഗ്രഹം. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിനിടയിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബിസിയായി. കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തു. പിന്നെ വേഗം എല്ലാവരും റെഡിയായി. ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്കും യാത്രയായി. അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഈ ചിക്കൻ റോസ്റ്റിന് നല്ല അപാര ടേസ്റ്റായിരുന്നു. ആസ്വദിച്ചിരുന്ന് കഴിക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നമ്മളുടെ കാറ് നടക്കുന്നില്ല, അത് ബില്ലിംഗ് പാർക്കിങ്ങിൽ തന്നെ നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ടാക്സി എടുത്തിട്ടാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ലഗേജുകളൊക്കെ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് ലഗേജിൻ്റെ വെയിറ്റ് അങ്ങനെ അവർ പ്രത്യേകിച്ച് തൂക്കി നോക്കേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളും കറക്റ്റ് തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതേപോലെ 2 ലാപ്ടോപ്പുകൾ കയ്യിലെടുത്തുന്നുണ്ടെങ്കിലും അത് ഹാൻഡ് ലഗേജിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല, അതും സെപ്പറേറ്റ് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ 4 പേരുടെ ഹാൻഡ് ലഗേജ് പ്ലസ് നമുക്ക് 2 ലാപ്ടോപ്പ് ബാഗും വേറെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. പിന്നെ കുട്ടികളുടെയൊക്കെ കയ്യിൽ ഇതേപോലെ ഒരു സിംഗിൾ ബാഗുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അങ്ങനെ ചെക്കിംഗ് ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിള്ളേർ 2 പേരും ഡ്യൂട്ടി ഫ്രീയിൽ കയറിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കുമായിരുന്നു. വെയിറ്റ് ഒന്നും നോക്കണില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഇനി ഈ പെട്ടിയിലും സ്ഥലങ്ങളുണ്ട്, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ അവർ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റ്സും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഇനി ഫ്ലൈറ്റിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് നേരം എല്ലാവരും കൂടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു 3.5 വർഷത്തിന് ശേഷമുള്ളൊരു ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കും പിള്ളേർക്ക് ഇത്തിരി ആകാംക്ഷയായിരുന്നു. ഹസ്ബൻഡ് പിന്നെ ഇതിനിടയിൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കൊരു ട്രാവലിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. ഇപ്പോൾ നടന്നുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അത്യാവശ്യം അനങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കാണേണ്ട ഒരു ആകാംക്ഷയ്ക്ക് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ പിള്ളേർ ഭയങ്കര സന്തോഷത്തിലാണ്. മൂത്ത ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര തെളിച്ചൊന്നുമില്ല. ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ കണ്ടില്ലേ, വലിയ തെളിച്ചൊന്നുമില്ല, കാരണം ഉറക്കം വരുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഫുഡൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു കുറച്ച് ടൈമിൽ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫുഡൊക്കെ വന്നതിന് ശേഷം
കുറച്ച് നേരമൊക്കെ എന്തൊക്കെയോ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ എല്ലാവരും ഇരുന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ നമ്മളുടെ കൊച്ചിൻ എയർപോർട്ടിലെത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെയും ഒരുപാട് തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ലഗേജൊക്കെ നമുക്ക് വേഗം കിട്ടി. പിന്നെ അവിടെയും എടുത്തു പറയാനുള്ളൊരു കാര്യം, നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരുപാട് ചെക്കിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വേഗം അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നല്ല ഇരുട്ടാണ്. പുലർച്ചെ ഒരു 4 മണിയോട് കൂടിയിട്ടാണ് നമ്മളെത്തിയത്. അപ്പോൾ ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. നല്ല മഴയൊക്കെ തകർത്ത് പെയ്ത ലക്ഷണമൊക്കെ ഉണ്ട്. റോട്ടിലൊക്കെ അത്യാവശ്യത്തിന് നല്ല വെള്ളവും നല്ല തണവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ നമുക്ക് നല്ല പൊരിഞ്ഞ ചൂടിൽ നിന്നാണ് നമ്മൾ ഈ നല്ലൊരു ക്ലൈമറ്റിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾക്ക് റെൻറ്റിനൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയൊക്കെ നമുക്ക് എയർപോർട്ടിലേക്ക് തന്നെ അവർക്കുടെ ഡ്രൈവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടിയിലാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്. ഇനി വേറെ എവിടേക്കുമല്ല, നേരെ നമ്മളുടെ പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലോട്ട് വാങ്ങി അതിലേക്ക് വീട് പണിയാനായിട്ട് കല്ലിട്ടതിന് ശേഷം പോകുന്നതാണ്. അതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു സ്വപ്ന ഭവനം കാണുന്നത്. അപ്പോൾ ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു കൊച്ചു കോളനി പോലെയുള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10-12 വീടുകൾ നമ്മൾക്ക് അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ 1-2 പ്ലോട്ടുകൾ ഇവിടെ കാലിയായിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. അപ്പോൾ രജീഷ് ഏട്ടൻ മൊത്തത്തിലൊക്കെ ഒന്ന് വീക്ഷിക്കുകയാണ്. പുള്ളിക്കാരനെ വലിയ പിടിച്ചിട്ടില്ല. കാരണം വണ്ടി എന്തായാലും ഉള്ളിലോട്ട് കയറ്റിയിടാനായിട്ട് സാധിക്കില്ല. മുറ്റമൊന്നും ലെവൽ ചെയ്തിട്ടില്ല. അപ്പോൾ വണ്ടി കയറ്റിയാൽ തന്നെ അടി തട്ടും. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ വണ്ടി കിട്ടിയതിന് ശേഷം വീടൊക്കെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ല കൊച്ചു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.